എന്തായാലും ഗുഡ് മോർണിംഗ് കേരളത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. കാരണം ഇന്നും രാവിലെ ഒരു മരണവാർത്തയോടുകൂടിയാണ് ഈ പ്രഭാതം തുടങ്ങുന്നത്. വളരെ ദാരുണമായ സംഭവം. അതോടെ വൈദ്യുത കമ്പിയിൽ നിന്നും ഷോക്കേറ്റ് ഒരു യുവാവ് മരിച്ചു എന്ന വാർത്തയോടുകൂടി തന്നെയാണ് ഇന്നത്തെ പ്രഭാതം തുടങ്ങുന്നത്. എന്തായാലും നമുക്ക് ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തകൾ നോക്കാം. തിരുവനന്തപുരം നെടുമങ്ങാട് പൊട്ടിവീണ വൈദ്യുത കമ്പിയിൽ നിന്ന് ഷോക്കേറ്റ് 19-കാരന് ദാരുണാന്ത്യം. മരിച്ചത് പനയമുട്ടം സ്വദേശി അക്ഷയ്. അപകടം പുലർച്ചെ 2 മണിക്ക് കാറ്ററിംഗ് ജോലി കഴിഞ്ഞ് മടങ്ങവേ. കമ്പി റോഡിലേക്ക് വീണത് ഒടിഞ്ഞ മരം പോസ്റ്റിലേക്ക് പതിച്ച്. മുഖ്യമന്ത്രി പിണറായി വിജയനും ഗവർണർ രാജേന്ദ്ര ആർലേക്കറുമായുള്ള നിർണായക കൂടിക്കാഴ്ച ഇന്ന്. സ്ഥിരം താൽക്കാലിക VC-മാരുടെ നിയമനം, കേരള സർവകലാശാലയിലെ VC രജിസ്ട്രാർ തർക്കം ഉൾപ്പെടെ ചർച്ചയ്ക്ക്. കൂടിക്കാഴ്ച വൈകിട്ട് 3:30 രാജ്ഭവനിൽ. സംസ്ഥാനത്ത് കനത്ത മഴയ്ക്ക് സാധ്യത. 9 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട്. വടക്കൻ ജില്ലകളിൽ അതിതീവ്ര ജാഗ്രതാ നിർദ്ദേശം. 50 കിലോമീറ്റർ വേഗതയിൽ കാറ്റ് വീശാൻ സാധ്യത. ഷാർജയിൽ മലയാളി യുവതിയെ ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ ഭർത്താവ് സതീഷിനെതിരെ കൊലക്കുറ്റം ചുമത്തി പോലീസ്. പത്രപീഡനമെന്ന ബന്ധുക്കളുടെ പരാതിയിൽ കേസെടുത്ത് ചവറ പോലീസ്. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന് നാളെ തുടക്കം. ആദായ നികുതി ഭേദഗതി ബില്ലുകൾ അടക്കം സഭയിലെത്തും. പഹൽഗാം ഭീകരാക്രമണം, ബീഹാർ വോട്ടർ പട്ടിക വിവാദം എന്നിവ സഭയിൽ ഉയർത്താൻ പ്രതിപക്ഷം. സർക്കാർ വിളിച്ച സർവകക്ഷി യോഗം ഇന്ന്. ഇന്ത്യക്കെതിരായ 2ാം വനിതാ ഏകദിനത്തിൽ ഇംഗ്ലണ്ടിന് 8 വിക്കറ്റിന്റെ ജയം. 3 മത്സരങ്ങളുടെ പരമ്പരയിൽ ഇരു ടീമുകളും ഒപ്പത്തിനൊപ്പം. തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ ഒരു ദാരുണമായ വാർത്തയിലേക്കാണ് ആദ്യം. തിരുവനന്തപുരം നെടുമങ്ങാട് വിദ്യാർത്ഥി ഷോക്കേറ്റ് മരിച്ചു. വൈദ്യുതി ലൈനിൽ നിന്നും ഷോക്കേറ്റാണ് മരണം. നെടുമങ്ങാട് പനയമുട്ടം സ്വദേശി അക്ഷയാണ് മരിച്ചത്. കാറ്ററിംഗ് ജോലി കഴിഞ്ഞു വരവേ റോഡിൽ പൊട്ടിവീണ ലൈൻ കമ്പിയിൽ നിന്നാണ് ഷോക്കേറ്റത്. പുലർച്ചെ 2 മണിയോടെയായിരുന്നു അപകടം. മരച്ചില്ല ഒടിഞ്ഞു വീണതോടെ പോസ്റ്റ് തകർന്നു. ലൈൻ പൊട്ടി വീഴുകയായിരുന്നു. കൂടുതൽ വിശദാംശങ്ങൾ നൽകാൻ തിരുവനന്തപുരത്ത് നിന്നും രജിത്ത് കൂടി ചേരുന്നുണ്ട്. രജിത്ത്, വളരെ ദാരുണമായ സംഭവം. നമുക്കറിയാം, കഴിഞ്ഞ ദിവസങ്ങളുണ്ടായ ഈ കൊല്ലത്ത് നടന്ന സംഭവവുമായിട്ട് ബന്ധപ്പെട്ട് ആലോചിക്കുമ്പോൾ ഇതൊക്കെ എന്താണ് ഇപ്പോഴത്തെ ഒരു സാഹചര്യമെന്ന് നമുക്ക് പറയാൻ മാത്രമേ കഴിയുള്ളൂ. ഇത് എങ്ങനെയായിരുന്നു ഈ അപകടം ഉണ്ടായത്? രാജേഷ്, വീണ്ടും ഒരു അപകടം കൂടി ഉണ്ടായിരിക്കുന്നു എന്നത് തന്നെയാണ്. അതും ലൈൻ കമ്പിയിൽ നിന്നും ഷോക്കേറ്റ് തന്നെയാണ് മരണം എന്നതും ഇതിൻ്റെ തീവ്രത വർദ്ധിപ്പിക്കുന്നതാണ്. പ്രധാനമായും ഇന്ന് പനയമുട്ടം സ്വദേശിയായിട്ടുള്ള അക്ഷയാണ് അപകടത്തിൽ മരിച്ചിരിക്കുന്നത്. ഇന്ന് പുലർച്ചെ 2 മണിയോടുകൂടി അക്ഷയും 2 സുഹൃത്തുക്കളും ബൈക്കിൽ സഞ്ചരിക്കവെയാണ് ഈ ലൈൻ പൊട്ടി വീണ ലൈൻ കാലിൽ ചുറ്റി അപകടം സംഭവിക്കുന്നത്. ഇവർ സഞ്ചരിച്ചിരുന്ന ബൈക്ക് അപകടത്തിൽപ്പെടുകയും ചെയ്തു. 2 സുഹൃത്തുക്കൾ രക്ഷപ്പെട്ടെങ്കിലും അവർ ബഹളം വെച്ചതിനെ തുടർന്നാണ് ആളുകൾ ഓടിക്കൂടി അക്ഷയെ ആശുപത്രിയിൽ എത്തിക്കാൻ കഴിഞ്ഞത്. എന്നാൽ അക്ഷയുടെ മരണം സംഭവിക്കുകയായിരുന്നു. കാലിൽ ഈ വൈദ്യുതി കമ്പി ചുറ്റുകയായിരുന്നു എന്നതാണ്. വളരെ ദാരുണമായൊരു മരണമാണ് അക്ഷയ്ക്കുണ്ടായിരിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയായി ഈ പോസ്റ്റിലേക്ക് മരങ്ങളുടെ ചില്ലകൾ ഒടിഞ്ഞു വീഴുന്നത് അപകടങ്ങൾ കൂടുതലായി വർദ്ധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അത്തരത്തിൽ മരം ഒടിഞ്ഞു വീണതിനെ തുടർന്ന്, മരച്ചില്ല ഒടിഞ്ഞു വീണതിനെ തുടർന്നാണ് പോസ്റ്റ് തകർന്നിരിക്കുന്നത്. പോസ്റ്റ് തകർന്ന ലൈൻ പൊട്ടി വീഴുകയായിരുന്നു. അവിടെയെങ്ങും ഈ പുലർച്ചെ ഉള്ള സമയമായതിനാൽ തന്നെ അവിടെയെങ്ങും ആളുകളോ അല്ലെങ്കിൽ കടകളോ മറ്റൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല എന്നതും ശ്രദ്ധേയമാണ്. അങ്ങനെയാണ് ഇവർ വന്ന സമയത്ത് ഇവരുടെ ബൈക്ക് അപകടത്തിൽപ്പെടുകയും ഇത് മരണം സംഭവിക്കുക ദാരുണമായൊരു മരണത്തിലേക്ക് നീങ്ങുകയും ചെയ്തിരിക്കുന്നതെന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. ഇവർ 3 പേരാണ് ബൈക്കിൽ സഞ്ചരിച്ചിരുന്നത്. അതിൽ 2 പേർ രക്ഷപ്പെട്ടു. അക്ഷയുടെ കാലിലാണ് ഈ ലൈൻ പൊട്ടി വീണ ലൈൻ കുടുങ്ങുകയും ചെയ്തത്. തുടർന്നാണ് അക്ഷയ്ക്ക് ഷോക്കേൽക്കുകയും ഇവർ ഓടിക്കൂടിയ ആളുകളൊക്കെ കൂടെ ചേർന്നുകൊണ്ട് തന്നെ ബഹളം വെച്ചതിനെ തുടർന്ന് ആളുകൾ ഓടിക്കൂടുകയും അക്ഷയെ ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തിരുന്നെങ്കിലും ആ മരണം സംഭവിക്കുകയായിരുന്നു ഉണ്ടായിരുന്നത്. വളരെ ദാരുണമായ ഒരു മരണമാണ് ഉണ്ടായിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം കൊല്ലത്ത് വിദ്യാർത്ഥിക്കുണ്ടായ മരണത്തിന് ശേഷം ഇപ്പോൾ അടുത്ത ദിവസം തന്നെ വീണ്ടും ഇത്തരത്തിൽ തന്നെ ലൈൻ കമ്പിയിൽ നിന്ന് ഷോക്കേറ്റ് കൊണ്ട് തന്നെ ഒരു മരണം കൂടി ഉണ്ടായിരിക്കുന്നു എന്നതാണ്. ഈ അക്ഷയും 19 വയസ്സുകാരനാണ്, വിദ്യാർത്ഥി തന്നെയാണ് അക്ഷയും. കേറ്ററിംഗ് ജോലിക്കൊക്കെയായി പോയിരുന്നു എന്നാണ് നാട്ടുകാർ പറയുന്നത്. ഒപ്പം തന്നെ ഈ പോസ്റ്റും അപകടത്തിലായിട്ടുള്ള പോസ്റ്റും കാലപ്പഴക്കമുള്ള പോസ്റ്റാണ് എന്ന് നാട്ടുകാർ പറയുന്നുണ്ട്. തന്നെയായാലും വീണ്ടും ഒരു അപകടം കൂടി ഉണ്ടായിരിക്കുകയാണ്. വളരെ ദാരുണമായ ഒരു അന്ത്യമാണ്
ആ അക്ഷയ്ക്കും ഉണ്ടായിട്ടുള്ളത്. രജിത്ത്, എന്തായാലും തിരുവനന്തപുരത്തെ വാർത്തകളാണല്ലോ രജിത്ത് നൽകിക്കൊണ്ടിരിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്ക് നമ്മൾ പോകുമ്പോൾ സ്വാഭാവികമായും കഴിഞ്ഞ ദിവസങ്ങളിൽ സർവകലാശാല വിഷയങ്ങളാണല്ലോ. കേരള സർവകലാശാലയിൽ ഇനി സംഭവിക്കാനൊന്നുമില്ല, ആ തരത്തിലേക്ക് കാര്യങ്ങൾ മാറും. പക്ഷേ സമീപകാലങ്ങൾ കഴിഞ്ഞ 24 മണിക്കൂർ മുമ്പ് ഒരു സമമായ തരത്തിലേക്ക് കാര്യങ്ങൾ മാറുന്നു. VC ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയെ കാണുന്നു, ഒരു സമവായത്തിന് സാധ്യത തെളിയുന്നതായിട്ട് കാര്യങ്ങൾ. എന്തായാലും മുഖ്യമന്ത്രി ഗവർണറെ കാണുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രധാനപ്പെട്ട വാർത്ത. നമുക്കറിയാം, ഭാരതാംബ വിവാദവുമായി ബന്ധപ്പെട്ട് പല കാര്യങ്ങളിലും സർക്കാർ ഗവർണർ പോര് നടക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഇന്നിപ്പോൾ അങ്ങനെ ഒരു ചർച്ച നടക്കുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ സർവകലാശാലയുടെ കാര്യത്തിൽ വ്യക്തമായ ഒരു നിലപാട് സർക്കാർ അറിയിക്കും. അക്കാര്യത്തിൽ എന്ത് വിട്ടുവീഴ്ച വേണമെന്ന് ചാൻസലർ കൂടിയായ ഗവർണർ തീരുമാനിക്കുകയും ചെയ്യും. ഏത് തരത്തിലുള്ള ഒരു ചർച്ചയാകും ഇന്ന് പിണറായി വിജയൻ രാജ്ഭവനിൽ പോയി ഗവർണറുമായി കണ്ട് സംസാരിക്കുക? രാജ്ഭവനിലേക്കുള്ള വിഷയമല്ലേ, സർക്കാർ രാജ്ഭവൻ പോര് തുടങ്ങുന്നത് തന്നെ ഭാരതാംബ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. ആ ഭാരതാംബ വിഷയത്തിൻ്റെ തുടർച്ച എന്ന വണ്ണമാണ് ഗവർണർ സർക്കാർ പോരും അതുപോലെ തന്നെ യൂണിവേഴ്സിറ്റിയിലേക്ക് അടക്കം ആ പോര് വ്യാപിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഉണ്ടായത്. കേരള സർവകലാശാലയിൽ സിൻഡിക്കേറ്റ് വൈസ് ചാൻസലർ പോര്, വൈസ് ചാൻസലർ വിദ്യാർത്ഥി സംഘടനാ പോരുകളൊക്കെയും തന്നെ തുടർന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അതേ സമയത്ത് തന്നെയാണ് മുഖ്യമന്ത്രി ഡൽഹിയിലേക്ക് പോയതിന് ശേഷം ഒരു സമവായ ശ്രമം സർക്കാർ തലത്തിൽ തന്നെ ഉണ്ടാകുന്നു എന്നതാണ്. യൂണിവേഴ്സിറ്റിയിലാണ് ആദ്യ സർക്കാർ സമവായ ശ്രമത്തിലേക്ക് നീങ്ങി. യൂണിവേഴ്സിറ്റിയിൽ വൈസ് ചാൻസലറും അതുപോലെ തന്നെ സിൻഡിക്കേറ്റും തമ്മിലുള്ള പ്രശ്നങ്ങൾക്കിടയിലേക്ക് മന്ത്രി ആർ ബിന്ദു ഇടപെടുകയും പ്രശ്നം പരിഹരിക്കുന്നതിനുള്ള ശ്രമങ്ങൾ നടത്തുകയും ചെയ്തു. ഇവരുമായി കൂട്ടരുമായി ചർച്ചകൾ നടത്തിയിരുന്നു. കഴിഞ്ഞ ദിവസമാണ് വൈസ് ചാൻസലർ മന്ത്രിയുടെ വീട്ടിലെത്തി കൂടിക്കാഴ്ച നടത്തുകയും സമവായ ശ്രമങ്ങളിലേക്ക് അല്ലെങ്കിൽ ചർച്ചകളിലേക്ക് നീങ്ങുകയും ചെയ്തത്. കൂട്ടരുമായി ചർച്ച നടത്തിയെന്ന് മന്ത്രിയുടെ വസതിയിലേക്ക് പോയതായി വൈസ് ചാൻസലർ ഉൾപ്പെടെയുള്ളവർ പറയുകയും സമവായ ശ്രമങ്ങൾ തുടരുന്നതായി മന്ത്രി പറയുകയും ചെയ്തിരുന്നു. അതിൻ്റെ ഭാഗമായി എത്രയും വേഗം സിൻഡിക്കേറ്റ് യോഗം വിളിക്കുന്നതിനുള്ള തീയതികൾ നിശ്ചയിക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. സിൻഡിക്കേറ്റ് യോഗം ഉടൻ തന്നെ വിളിക്കുമെന്ന കാര്യത്തിൽ വൈസ് ചാൻസലറും വ്യക്തത വരുത്തിയിട്ടുണ്ട്. 27-ാം തീയതിക്കകം തന്നെ സിൻഡിക്കേറ്റ് യോഗം ചേർന്നുകൊണ്ട് ഈ പ്രശ്നത്തിൽ പരിഹാരമുണ്ടാക്കാനുള്ള ശ്രമങ്ങളാണ് നടന്നുകൊണ്ടിരുന്നത്. അതേ സമയത്താണ് മുഖ്യമന്ത്രി തിരികെ എത്തിയതിന് ശേഷം, ഇപ്പോൾ അന്ന് തന്നെ നമ്മൾ വ്യക്തമാക്കിയതാണ്, മുഖ്യമന്ത്രി തിരികെ എത്തുമ്പോൾ ഗവർണറുമായി കൂടിക്കാഴ്ച നടത്താനുള്ള സാധ്യതയുണ്ട് എന്ന്. ഇന്ന് വൈകിട്ട് 3:30-ക്കാണ് ഗവർണറുമായുള്ള കൂടിക്കാഴ്ച രാജ്ഭവനിൽ മുഖ്യമന്ത്രി നടത്തുന്നത്. ഈ വിഷയത്തിൽ പ്രധാനമായും സർവകലാശാല വിഷയം തന്നെയാണ് സർക്കാരിനും അതുപോലെ തന്നെ ഗവർണർക്കും സർക്കാരിനും വൈസ് ചാൻസലർക്കും ഒക്കെ ഇടയിൽ നടക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ വിഷയത്തിലൊരു സമവായ ശ്രമങ്ങൾ തന്നെയായിരിക്കും മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുക. ഇത് സംബന്ധിച്ച് വിശദമായൊരു ചർച്ചയടക്കം നടക്കുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. പ്രധാനമായും നമുക്കറിയാം, യൂണിവേഴ്സിറ്റിയിലെ വൈസ് ചാൻസലർ നിയമനവുമായി, താൽക്കാലിക വൈസ് ചാൻസലർ നിയമനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഗവർണർ നൽകിയ അപ്പീലിന്മേൽ നേരത്തെ തന്നെ ഹൈക്കോടതി തള്ളുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. അതിൽ തുടർന്ന് ഗവർണർ സുപ്രീം കോടതിയിലേക്ക് പോകുന്ന ഒരു സാഹചര്യമാണ്. സുപ്രീം കോടതിയിൽ അപ്പീൽ നൽകിയിട്ടുണ്ടെങ്കിലും അതിനൊരു തടസ്സ ഹർജിയുമായി സർക്കാർ മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യമുണ്ട്. ഈ സാഹചര്യങ്ങളൊക്കെയും ഏത് തരത്തിലായിരിക്കും ഇതിൻ്റെ നിയമവശങ്ങൾ വരിക എന്നൊരു പക്ഷേ സർക്കാരിനടക്കം വ്യക്തതയുണ്ടായിട്ടുണ്ടാകും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ടായിരിക്കാം ഒരു പക്ഷേ കൂടിക്കാഴ്ചയിലേക്കും ഒരു സമവായ ശ്രമത്തിലേക്കും ഒക്കെ ഈ കാര്യങ്ങളിലേക്ക് നീങ്ങുന്നത്. എന്ന് തന്നെയായാലും സർക്കാരും ഗവർണറും തമ്മിലുള്ള ഒരു ഏറ്റുമുട്ടൽ തുടർന്നു പോകുന്നത് വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പ് അടക്കം നിൽക്കുന്നു. ജനങ്ങളിലേക്ക് മറ്റൊരു തരത്തിലുള്ള സന്ദേശം ഉൾപ്പെടെ നൽകുമെന്ന ഒരു വിലയിരുത്തൽ കൂടി സർക്കാർ തലത്തിലും പാർട്ടി തലത്തിലും ഉണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. അത്തരത്തിലൊരു വിലയിരുത്തലിൻ്റെ അടിസ്ഥാനത്തിലാണ് ഒരു പക്ഷേ ഈ പ്രശ്നങ്ങളൊക്കെ വളരെ വേഗത്തിൽ സോൾവ് ചെയ്തുകൊണ്ട് മറ്റ് ജനോപകാരപ്രദമായ നടപടികളിലേക്കടക്കം സർക്കാർ കടക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു എന്ന വിലയിരുത്തലിൻ്റെ കൂടി അടിസ്ഥാനത്തിൽ, അത് പാർട്ടി വിലയിരുത്തൽ കൂടിയാണ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയും നടന്നു വന്നിരിക്കുന്ന പ്രശ്നങ്ങൾ കൂടി കണക്കിലെടുക്കുമ്പോൾ അത് സർക്കാരിനേറെ ദോഷം ചെയ്യും എന്ന ഒരു വിലയിരുത്തൽ പാർട്ടിക്കും അതുപോലെ തന്നെ സർക്കാരിനും ഉണ്ടായിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. അവയൊക്കെ ഒന്ന് സോൾവ് ചെയ്യുന്നതിൻ്റെ ഭാഗമായി ഗവർണറുമായി ഒരു സമവായ ശ്രമത്തിലേക്ക് നീങ്ങുകയാണ് എന്ന് നമുക്ക് മനസ്സിലാകുന്നു. അങ്ങനെയെങ്കിൽ ഇന്ന് 3:30-ക്ക് നടക്കുന്ന ചർച്ചയിൽ ഇവയൊക്കെ വിശദമായി നടക്കും. സർവകലാശാല വിഷയമടക്കം മറ്റു വിഷയങ്ങൾ ഉൾപ്പെടെയുള്ളവ, ഗവർണറുമായി നിലനിൽക്കുന്ന പ്രശ്നങ്ങൾ ഒക്കെയും തന്നെ ഒരു സമവായ ശ്രമത്തിലൂടെ പരിഹരിക്കുന്നതിനുള്ള ശ്രമമായിരിക്കും മുഖ്യമന്ത്രി. രജിത്ത്, ഒരു കാര്യം കൂടി. രജിത്ത്, സർക്കാർ നൽകുന്ന ലിസ്റ്റിൽ, അതായത് താൽക്കാലിക VC-മാരുടെ ലിസ്റ്റായിരുന്നാലും സ്ഥിരം നിയമനമായിരുന്നാൽ പോലും സർക്കാർ തരുന്ന ലിസ്റ്റിൽ നിന്നും ഗവർണർ അങ്ങനെ ഒരാളെ തിരഞ്ഞെടുക്കാനുള്ള സാധ്യതയുണ്ടോ? നേരത്തെ രജിത് സൂചിപ്പിച്ച പോലെ കോടതി നടപടികൾ നടക്കുന്ന ഒരു സാഹചര്യത്തിലാണ്. അത് നിൽക്കട്ടെ. അതിനൊപ്പം തന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ VC രജിസ്ട്രാർ പോര് ഏത് തരത്തിലേക്കാണ്? ഇപ്പം VC-യുടെ നിലപാടെന്ന് പറയുമ്പോൾ രജിസ്ട്രാറെ ഒന്നുകിൽ പുള്ളിയെ സസ്പെൻഷനിലാക്കണം അല്ലെങ്കിൽ പുള്ളിയെ മാറ്റണമെന്നാണല്ലോ. ആ കാര്യത്തിൽ ഒരു നിലപാടെടുത്തു കഴിഞ്ഞാൽ അത് സർക്കാർ അംഗീകരിക്കാത്തൊരു സാഹചര്യം വരില്ലേ? എന്തായാലും VC-യും ചാൻസലറും തമ്മിലുള്ള ഒരു ബന്ധമുണ്ട് എന്ന് തന്നെ സർക്കാർ ആരോപിക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ
തീർച്ചയായും ഈ വൈസ് ചാൻസലർ അതുപോലെ തന്നെ രജിസ്ട്രാർ പ്രശ്നമാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കടമ്പയായി യൂണിവേഴ്സിറ്റി വിഷയത്തിൽ നിലനിൽക്കുന്നത്. എന്നാൽ സിൻഡിക്കേറ്റ് യോഗം ചേർന്ന് കഴിഞ്ഞാൽ ഈ പ്രശ്നത്തിനൊക്കെ പരിഹാരമുണ്ടാവും എന്നൊരു തോന്നലാണ് ഉള്ളത്. നേരത്തെ തന്നെ മന്ത്രി ഇക്കാര്യത്തിൽ ചർച്ചയുമായി മുന്നോട്ട് വന്ന സമയത്ത് തന്നെ മന്ത്രിയോട് മാധ്യമപ്രവർത്തകർ ചോദിച്ചതാണ്, രജിസ്ട്രാറുടെ സസ്പെൻഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്ത് നടപടിയായിരിക്കും വൈസ് ചാൻസലർ സ്വീകരിക്കുക, അല്ലെങ്കിൽ വൈസ് ചാൻസലർ ഇക്കാര്യത്തിൽ എന്താണ് പറഞ്ഞിട്ടുള്ളത് എന്ന കാര്യം ഉൾപ്പെടെയുള്ളത് ചോദിച്ചെങ്കിലും ഇക്കാര്യത്തിലൊക്കെയും ചർച്ചകൾ പുരോഗമിക്കുകയാണ്. വീണ്ടും ചർച്ചകൾ നടക്കും. അവയിൽ സംസാരിച്ചതിന് ശേഷം ഒരു സമവായത്തിലേക്ക് എത്തും എന്നാണ് മന്ത്രി അന്ന് വ്യക്തമാക്കിയത്. അതുതന്നെയായിരിക്കും ഇതുമായി ബന്ധപ്പെട്ടത് പ്രധാനമായുള്ളത്. ഈ ചർച്ചകൾ പുരോഗമിക്കുന്നുണ്ട്. എന്നാൽ സസ്പെൻഷൻ പിൻവലിക്കാൻ തയ്യാറല്ല എന്നൊരു നിലപാടിലേക്കാണ് വൈസ് ചാൻസലർ എത്തിയിട്ടുള്ളത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. സിൻഡിക്കേറ്റ് യോഗം വിളിച്ചാൽ മാത്രമേ എത്രയും വേഗം ഈ പ്രശ്നത്തിനൊരു പരിഹാരം ഉണ്ടാക്കാൻ കഴിയൂ എന്ന് ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങളടക്കം വ്യക്തമാക്കുന്നുണ്ട്. അതേ സമയത്ത് തന്നെ BJPയുടെ സിൻഡിക്കേറ്റ് അംഗങ്ങളടക്കം ഹൈക്കോടതിയിലേക്ക് നീങ്ങിയിട്ടുള്ള കാര്യവും ശ്രദ്ധേയമാണ്. അങ്ങനെ നോക്കുകയാണെങ്കിൽ നിയമപരമായ ഒരു പരിഹാരവും ഒപ്പം തന്നെ ഈ ചർച്ചയിലൂടെ ഒരു സമവായത്തിലൂടെയുള്ള ഒരു പരിഹാരവുമാണ് ശ്രമം നടക്കുന്നത്. ഇതുവരെയും വൈസ് ചാൻസലർ ഏതെങ്കിലും തരത്തിൽ ഇതിനൊരു പരിഹാരം അല്ലെങ്കിൽ ഈ സസ്പെൻഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് രജിസ്ട്രാറുടെ സസ്പെൻഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു പരിഹാരം അദ്ദേഹം തന്നെ നിർദ്ദേശിച്ചിട്ടില്ല. അദ്ദേഹം പറയുന്നത് സസ്പെൻഷൻ തുടരുമെന്ന് തന്നെയാണ്. കാരണം മനസ്സിലായി കൃത്യമായി കാര്യങ്ങൾ. അതായത് ഇപ്പോൾ എന്തായാലും സർക്കാർ ഗവർണറുമായി ഒരു സമവായത്തിലെത്തുന്നു, എന്നാൽ VC രജിസ്ട്രാറുമായി ഒരു സമവായത്തിലെത്താൻ സാധ്യതയില്ല. VC നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ്. വളരെ നന്ദി. രജിത്താണ് തിരുവനന്തപുരത്ത് നിന്നും വിവരങ്ങൾ നൽകിയത്. ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു വാർത്തയിലേക്ക്, എന്തായാലും മഴ നമുക്കിപ്പം തിരുവനന്തപുരത്ത് മഴയില്ല, പക്ഷേ വടക്കൻ ജില്ലകളിലൊക്കെ ശക്തമായ മഴയാണ്. വരും ദിവസങ്ങളിലും മഴ ശക്തമാകുമെന്നാണ് കാലാവസ്ഥാ വകുപ്പിൻ്റെ മുന്നറിയിപ്പ്. ഇന്ന് കാസർഗോഡ്, കണ്ണൂർ ജില്ലകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. മറ്റ് 3 വടക്കൻ ജില്ലകളിലും ഓറഞ്ച് അലർട്ടാണ്. അതിശക്തമായ കാറ്റിനും മഴയ്ക്കും സാധ്യതയുള്ളതിനാൽ മലയോര തീരദേശ മേഖലയിലുള്ളവരോട് ജാഗ്രത പുലർത്തണമെന്നാണ് നിർദ്ദേശം നൽകിയിട്ടുള്ളത്. വിവരങ്ങളുമായി വർഷ ഗിരീഷ് ചേരുന്നുണ്ട്. വർഷ, എന്താണ് തദ്ദേശ വകുപ്പുകളൊക്കെ പറയുന്ന ഇക്കാര്യത്തിൽ? എന്ത് മുൻകരുതലുകളാണ് വേണമെന്ന് പറയുന്നത്? പ്രത്യേകിച്ച് വടക്കൻ ജില്ലകളിലൊക്കെ പറയുമ്പോൾ മലയോര മേഖലകളിൽ കൂടുതലുള്ള സ്ഥലമാണ്. ഒരു ശക്തമായ ഒരു ജാഗ്രതാ നിർദ്ദേശം വേണം. കഴിഞ്ഞ 2-3 ദിവസങ്ങളായിട്ട് നിലയ്ക്കാതെ മഴ പെയ്യുകയാണെന്നാണല്ലോ നമുക്ക് ലഭിക്കുന്ന വിവരം. അതെ രാജേഷ്, കഴിഞ്ഞ 3 ദിവസമായി വടക്കൻ കേരളത്തിൽ അതിശക്തമായ മഴയാണ് അനുഭവപ്പെടുന്നത്. പ്രത്യേകിച്ച് കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ. അവിടെ 3 ദിവസത്തോളമായി ഇപ്പോൾ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഇന്നും കാസർഗോഡ്, കണ്ണൂർ ജില്ലകളിൽ റെഡ് അലർട്ട് തന്നെയാണുള്ളത്. മറ്റ് 3 ജില്ലകൾ, അതായത് കോഴിക്കോട്, മലപ്പുറം, വയനാട് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് അലർട്ടാണ്. എങ്കിലും കോഴിക്കോട് ഉൾപ്പെടെ ഇന്ന് രാവിലെ വരെ അതിശക്തമായ മഴ അനുഭവപ്പെട്ടിരുന്നു. അതുകൊണ്ട് തന്നെ വലിയ ജാഗ്രതാ നിർദ്ദേശമാണ് ദുരന്ത നിവാരണ അതോറിറ്റി നൽകുന്നത്. കാരണം കഴിഞ്ഞ വർഷമെല്ലാം വലിയ ദുരന്തമുണ്ടായ പലയിടങ്ങളും വടക്കൻ കേരളത്തിലുണ്ട്. വയനാട് ദുരന്തമാണെങ്കിലും അതേപോലെ വിലങ്ങാട് ദുരന്തമാണെങ്കിലും എടുത്തു പറയാൻ വലിയ ദുരന്തങ്ങളായിരുന്നു കഴിഞ്ഞ വർഷം ഉണ്ടായത്. അതുകൊണ്ട് തന്നെ ഇത്തവണ പ്രത്യേക ജാഗ്രത പുലർത്തണമെന്നാണ് മുന്നറിയിപ്പ് ലഭിച്ചിട്ടുള്ളത്. മലയോര മേഖലയിലുള്ളവരോടെല്ലാം രാത്രികാല യാത്ര ഉൾപ്പെടെ ഒഴിവാക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതേപോലെ മണ്ണിടിയാൻ സാധ്യതയുള്ള മേഖലയിൽ ഉള്ളവരോട് മാറി താമസിക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ശക്തമായ കാറ്റിന് സാധ്യതയുള്ളതിനാൽ തീരദേശവാസികളോടും പ്രത്യേക ജാഗ്രത പുലർത്താനാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. എന്തായാലും വരും ദിവസങ്ങളിലും മഴ ശക്തമാകാൻ സാധ്യതയുള്ളതുകൊണ്ട് തന്നെ ഈ വെള്ളക്കെട്ടുണ്ടാവാൻ സാധ്യതയുള്ള ഇടങ്ങളിൽ നിന്നും താഴ്ന്ന പ്രദേശങ്ങളിൽ നിന്നും ആളുകളോട് മാറി താമസിക്കാനും ഒരു നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അങ്ങനെ എല്ലാത്തരം ജാഗ്രതാ നിർദ്ദേശങ്ങളും പാലിക്കണമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. അതേപോലെ ഈ കാറ്റ് ശക്തമാകാൻ സാധ്യതയുള്ളതിനാൽ മരങ്ങൾ, കടപുഴകി വീഴാൻ സാധ്യതയുള്ള മരങ്ങൾ, അതേപോലെ പോസ്റ്റുകൾ എന്നിവയുടെ അടുത്തൊന്നും നിൽക്കരുത് എന്നുള്ള കാര്യം കൂടി അറിയിക്കുന്നുണ്ട്. അങ്ങനെ ജനങ്ങളോട് വേണ്ട എല്ലാ ജാഗ്രത പുലർത്താനുമാണ് അറിയിച്ചിട്ടുള്ളത്. എന്തായാലും വരും ദിവസങ്ങളിലും മഴ ശക്തമാകുമെന്ന് തന്നെയാണ് കാലാവസ്ഥാ വകുപ്പിൻ്റെ മുന്നറിയിപ്പ്. എന്തായാലും ഈ തെക്കൻ കേരളത്തിൽ ഒക്കെ അല്പം ആശ്വാസമുണ്ട്. പക്ഷേ വടക്കൻ ജില്ലകളിലൊക്കെ ജീവിതം ദുരിതത്തിലാണ് ഈ മഴ കാരണം. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക്, അത് പ്രധാനപ്പെട്ട വാർത്ത ആകാനുള്ള കാരണം തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇതുപോലെയാണ്. പ്രവാസികളുടെ ഇടയിലൊക്കെ ഞെട്ടിപ്പിക്കുന്ന ഒരു തരത്തിലുള്ള വാർത്തയായിരുന്നു ഒരു ആത്മഹത്യ, അമ്മയും കുഞ്ഞും ആത്മഹത്യ. ഇന്നും ഇതുപോലെ പുറത്തു വരുന്ന വാർത്ത ഇതാണ്. ഷാർജയിൽ ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തിയ കൊല്ലം ചവറ സ്വദേശി അതുല്യയുടെ ബന്ധുക്കളുടെ മരണത്തിൽ ദുരൂഹത ആരോപിച്ച് ചവറ പോലീസ് നൽകിയ പരാതിയിൽ കേസെടുത്തിരിക്കുകയാണ് പോലീസ്. ഭർത്താവ് സതീഷിനെതിരെ കൊലപാതക കുറ്റവും ശാരീരിക പീഡനം, സ്ത്രീധന പീഡനം എന്നീ വകുപ്പുകൾ ചുമത്തിയാണ് കേസെടുത്തിരിക്കുന്നത്. കൂടുതൽ വിവരങ്ങൾ നൽകാൻ സുധീഷ് കൊല്ലത്ത് നിന്ന് ചേരുന്നുണ്ട്. സുധീഷ്, ഇത് കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ സോഷ്യൽ മീഡിയയിലൊക്കെ വൈറലായി ഇരിക്കുകയാണ് ഇയാളുടെ ഈ ക്രൂരകൃത്യങ്ങൾ. അതായത് നമുക്ക് ഇപ്പോൾ ദൃശ്യങ്ങൾ വളരെ വ്യക്തമാണ്. മദ്യപിച്ചുകൊണ്ട് അയാൾ ഭാര്യയെ ഉപദ്രവിക്കുന്ന ദൃശ്യങ്ങൾ, കത്തിയൊക്കെ കയ്യിൽ വെച്ചുകൊണ്ട് കൊല്ലുമെന്ന ഭീഷണിയൊക്കെ മുഴക്കുന്നുണ്ടല്ലോ. ഇതിൽ ഈ ദൃശ്യങ്ങൾ വെച്ചുകൊണ്ട് തന്നെയാണ് പരാതി പോയിരിക്കുന്നത്. ഈ ഒരു ആത്മഹത്യ പ്രേരണ കുറ്റം ഉൾപ്പെടെ ചുമത്താവുന്ന കാര്യങ്ങൾ തന്നെയാണ്. എന്താണ് ഈ ഭാര്യയുടെ കുടുംബം ആരോപിക്കുന്ന ഈ കാര്യത്തിൽ?
തീർച്ചയായും രാജേഷ്, ഇവർ തമ്മിൽ വിവാഹം നടന്നത് ഇവർ പരസ്പരം ഇഷ്ടപ്പെട്ട് നടന്ന ഒരു വിവാഹം തന്നെയായിരുന്നു. 18-ാം വയസ്സിലായിരുന്നു ഈ പെൺകുട്ടിയുടെ വിവാഹം നടന്നത്. തുടർന്ന് അന്നു മുതൽ തന്നെ ഈ കുട്ടിക്ക് ഈ സതീഷിൽ നിന്നും, ഭർത്താവായ സതീഷിൽ നിന്നും നിരന്തര പീഡനങ്ങൾ കേൾക്കാറുണ്ടായിരുന്നു എന്നൊരു പരാതി ഈ പെൺകുട്ടി അവരുടെ സുഹൃത്തുക്കളോടും ബന്ധുക്കളോടും മറ്റുമൊക്കെ പറയുകയുണ്ടായിട്ടുണ്ട്. പക്ഷേ എങ്കിൽ പോലും പരസ്പരം ഇഷ്ടപ്പെട്ട് നടന്ന ഒരു വിവാഹം, സ്നേഹബന്ധം അത് വിവാഹത്തിലേക്ക് എത്തുകയായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ പെൺകുട്ടി ഇതുമായി പൊരുത്തപ്പെട്ട ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. പലപ്പോഴും ഈ ബന്ധം ഉപേക്ഷിക്കാൻ വീട്ടുകാരും മറ്റുമൊക്കെ ഈ കുട്ടിയോട് ആവശ്യപ്പെട്ടിരുന്നു. പക്ഷേ അതിനൊന്നും ഈ കുട്ടി തയ്യാറായിരുന്നില്ല. അവർ ഒരുമിച്ച് ജീവിക്കാൻ തയ്യാറായി മുന്നോട്ട് പോവുകയായിരുന്നു. പക്ഷെ പിന്നീടൊക്കെയാണ് ഈ സതീഷിന്റെ ഭാഗത്തുനിന്ന്, ഭർത്താവ് സതീഷിന്റെ ഭാഗത്തുനിന്ന് ഇത്തരത്തിൽ ശാരീരിക പീഡനങ്ങൾ കൂടുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിയത്. ഇതിന്റെയൊക്കെ ഒരു കാരണം കൊണ്ടാൽ കൂടിയാവാം കഴിഞ്ഞ ദിവസം ഈ പെൺകുട്ടി ഷാർജയിലെ ഫ്ളാറ്റിൽ തൂങ്ങി മരിച്ചിരുന്നത്. ഈ ഒരു സംഭവത്തിലാണ് ഇപ്പോൾ ഈ ബന്ധുക്കളും വീട്ടുകാരും ഒക്കെ ഇപ്പോൾ ചവറ പോലീസിൽ പരാതി നൽകിയിരിക്കുന്നു. ഈ ശാരീരിക പീഡനവും ഇത്തരത്തിലുള്ള നിരന്തരമായ ഉപദ്രവങ്ങളും കാര്യം ഒക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ കുട്ടി ആത്മഹത്യ ചെയ്ത സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിയത് എന്ന് കാട്ടിക്കൊണ്ടാണ് പോലീസിൽ ഇവർ പരാതി നൽകിയത്. അതുല്യയുടെ അമ്മയാണ് പരാതി നൽകിയിരിക്കുന്നത്. ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ അമ്മയുടെ മൊഴി എടുത്ത ശേഷമാണ് ഇപ്പോൾ പോലീസ് സതീഷിനെതിരെ ഈ ഗാർഹിക പീഡനം ഉൾപ്പെടെയുള്ള പരാതിയിൽ ശാരീരിക പീഡനങ്ങളും ഒക്കെ ചുമത്തിക്കൊണ്ടുള്ള സ്ത്രീധന പീഡനം എന്നീ വകുപ്പുകൾ ചുമത്തി ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. ഇതിന് ഈ വീഡിയോ ദൃശ്യങ്ങൾ ഉൾപ്പെടെ ഇവർ ഒരു ഹാജരാക്കിയിട്ടുണ്ട്. ഈ തെളിവായി ഹാജരാക്കി. ഈ തെളിവുകളുടെ അടിസ്ഥാനത്തിലൊക്കെയാണ് ഇപ്പോൾ പോലീസ് കേസെടുത്തിരിക്കുന്നത്. ഷാർജയിലുള്ള വ്യക്തമായ തെളിവുകൾ ലഭിക്കട്ടെ, നിയമ നടപടികൾ സ്വീകരിക്കട്ടെ. രാമ 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 പാഹി മാം. കർക്കിടക മാസമാണ്, അതായത് രാമായണ മാസമാണ്. നമ്മുടെ ആരോഗ്യത്തിനൊപ്പം ചിന്തകളും മാറേണ്ട ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. നമ്മുടെ സംസ്കാരത്തെ മുറുകെ പിടിക്കാനും അതിൻ്റെ മൂല്യങ്ങൾ ഉൾക്കൊള്ളാനും രാമായണത്തിലൂടെ സാധിക്കുമെന്ന് മാതാ അമൃതാനന്ദമയി മഠം കൈമനം മഠാധിപതി സ്വാമി ശിവ അമൃതാനന്ദപുരി പറഞ്ഞു. പുതുതലമുറ ഈ സംസ്കാരത്തിൽ നിന്നും അകന്നു പോകാതിരിക്കാൻ ജാഗ്രത വേണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാജയ ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്രാജയ ശ്രീരാമ രാമ രാമ സീതാഭിരാമാജയ ശ്രീരാമ രാമ രാമ ലോകാഭിരാമാജയ ശ്രീരാമ രാമ രാമ രാവണാന്തകാരാമ ശ്രീരാമ മമ ഹൃദി രമതാം രാമ രാമ. നമശിവായ. കർക്കിടക മാസമാണ്. സാധാരണ കർക്കിടക മാസം ഔഷധ സേവയ്ക്ക് വളരെ വിശേഷമാണ്. ഏതെങ്കിലും തരത്തിലുള്ള സുഖചികിത്സയൊക്കെ എല്ലാവരും കൂടുതൽ പേരും കേരളത്തിൽ ചെയ്യുന്നത് ഈ സമയത്താണ്. ഈ ഔഷധ സേവയും സുഖചികിത്സയൊക്കെ പ്രധാനമായിട്ടും നമ്മുടെ ശരീരത്തിനാണ്. അപ്പോൾ എന്നാൽ അതേസമയം നമ്മുടെ മനസ്സിനും ഒരു സുഖചികിത്സ ആവശ്യമാണ്. അതിനു വേണ്ടിയിട്ടാണ് നമ്മുടെ കർക്കിടക മാസം കേരളത്തിൽ പൊതുവെ രാമായണ മാസമായിട്ട് ആഘോഷിക്കുന്നത്. പക്ഷേ പലപ്പോഴും നമ്മൾ മറ്റാരെങ്കിലും രാമായണം വായിക്കാൻ ഏർപ്പാട് ചെയ്യുകയോ അല്ലെങ്കിൽ രാമായണം വായിക്കുന്നിടത്ത് പോയി ഇരിക്കുകയോ ചെയ്യുന്നതല്ലാതെ നമ്മൾ സ്വയം വായിക്കുന്നില്ല. എല്ലാവരും അക്ഷരാഭ്യാസമുള്ളവരാണ്. കേരളത്തിലെ ഏറ്റവും കൂടുതൽ സാക്ഷരതയുള്ള സംസ്ഥാനമാണ്. വായിക്കാൻ അറിയാത്തത് കൊണ്ടല്ല, അത്രയും നമുക്കൊരു ബുദ്ധിമുട്ടാൻ തോന്നാറില്ല. മാത്രമല്ല, ഇന്നിപ്പോൾ നമ്മൾ പലയിടത്തും രാമായണം എന്ന് പറയുന്നത് തന്നെ 10,000 വർഷം മുമ്പാണ് മഹാഭാരതം എഴുതുന്നതാണ് പറയപ്പെടുന്നത്. അപ്പോൾ അതിലും പ്രാചീനമാണ് രാമായണം. അതിൻ്റെ കാലഗണന പോലും കൃത്യമായിട്ട് നമുക്ക് നിർണ്ണയിക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ അത്ര പഴക്കമുള്ളൊരു ഗ്രന്ഥം അതിന്നും വായിക്കുന്നതിൻ്റെ പ്രസക്തി എന്താണ്? രാമായണമാണെങ്കിൽ തന്നെ ഇപ്പം എല്ലാ പ്രാദേശിക ഭാഷകളിലും അത് വിവർത്തനം ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇപ്പം കേരളത്തിലെ ഏറ്റവും പ്രചാരത്തിലുള്ളത് ആധ്യാത്മരാമായണമാണ്. അത് വാൽമീകി രാമായണത്തിൽ ഇല്ലാത്ത പലതും ഇതിനകത്തുണ്ട്. വാൽമീകി രാമായണത്തിൽ പറഞ്ഞ പോലെ നല്ല രാമനെ ചിത്രീകരിച്ചിരിക്കുന്നു. രാമൻ്റെ ഈശ്വരഭാവം അത് കൂടുതലായിട്ട് നമുക്ക് ഇതിനകത്ത് കാണാൻ സാധിക്കും. ആ ഈശ്വരഭാവം കൂടി മനസ്സിലാക്കുമ്പോൾ മാത്രമേ
രാമനെ കേവലം ഒരു മനുഷ്യനായിട്ട് കാണാതെ ആ നമ്മുടെ എല്ലാം ഉള്ളിലുള്ള ഈശ്വരശക്തി അത് രാമനിൽ കൂടി എങ്ങനെ പ്രകാശിക്കുന്നു, ഒരു മനുഷ്യനത് ജീവിതത്തിൽ പ്രകാശിപ്പിക്കാൻ സാധിക്കും, ലോകത്തിലത് ഉപകാരപ്രദമാക്കി തീർക്കാൻ സാധിക്കും എന്ന് രാമായണം നമുക്ക് കാണിച്ചു തരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ആധ്യാത്മ രാമായണം കുറച്ചുകൂടി പ്രസക്തമായി തീരുന്നത്. വാൽമീകി രാമായണത്തിൻ്റെ പ്രസക്തി കുറവാണെന്നല്ല, പക്ഷേ നമുക്കത് ഒരു സാധാരണ മനുഷ്യനെ പോലെ തോന്നും. ആ മനുഷ്യൻ്റെ പല ദുർബലങ്ങളെല്ലാം നമുക്ക് രാമനിൽ ഒരുപക്ഷെ ആരോപിക്കാൻ സാധിച്ചെന്നിരിക്കാം. പക്ഷേ ഇവിടെ അതേ സംഭവങ്ങളെ തന്നെ ആധ്യാത്മ രാമായണത്തിൽ നമ്മൾ അവതരിപ്പിക്കുമ്പോൾ അതിൻ്റെ എല്ലാം പിന്നിലുള്ള ആധ്യാത്മ തത്വം കൂടി അവിടെ വിശദീകരിക്കുന്നുണ്ട്. അപ്പോൾ അത് നമ്മുടെ സാഖ്യ ദർശനത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ്, പ്രകൃതി പുരുഷ തത്വത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ്. അപ്പോൾ ആ സാഖ്യ ദർശനം മനസ്സിലാക്കാൻ കുറച്ച് ഗഹനമാണ്. പക്ഷേ ആ ഗഹനമായ തത്വത്തെ ലളിതമായിട്ട് നമുക്ക് മനസ്സിലാകുന്ന രീതിയിൽ രാമായണത്തിൽ കൂടി പല ഉപദേശങ്ങളിൽ കൂടി ഹനുമാനുള്ള ഉപദേശം, ലക്ഷ്മണനോട് ഉപദേശം, സീതയോടുള്ള ഉപദേശം, അങ്ങനെ എല്ലാ ഭാഗത്തും മാത്രമല്ല അസുരന്മാർ പോലും രാക്ഷസന്മാർ പോലും രാമനെ സ്തുതിക്കുന്നുണ്ട്. കബന്ധ സ്തുതിയൊക്കെ വളരെ പ്രശസ്തമാണ്. ആധ്യാത്മ രാമായണത്തിൽ മാത്രമേ അതുള്ളൂ, വാൽമീകി രാമായണത്തിൽ അതില്ല. പക്ഷെ അവിടെയൊക്കെ വരുന്നിടത്ത് നമുക്ക് ആ തത്വങ്ങൾ ആണ് അവിടെ വിശദീകരിക്കുന്നത്. അപ്പോൾ ആ തത്വങ്ങളും കൂടി നമുക്ക് ഇതിൽ കൂടെ ഉൾക്കൊള്ളാൻ സാധിക്കും. അപ്പോൾ അത്ര ലളിതമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നതാണ് രാമായണം. അത് നമുക്ക് എക്കാലത്തും ഒരു നിധിയാണ്. അതിനെ നമ്മൾ മനസ്സിലാക്കുക, ഉൾക്കൊള്ളാൻ ശ്രമിക്കുക. മറ്റു വാർത്തകളിലേക്ക്. കൊല്ലം തേവലക്കരയിൽ മിഥുൻ ഷോക്കേറ്റ് മരിച്ചതിൽ പോലീസ് അന്വേഷണം ഊർജിതമാക്കും. ജീവനക്കാരുടെയും അധ്യാപകരുടെയും രക്ഷാപ്രവർത്തനം നടത്തിയവരുടെയും മൊഴി പോലീസ് രേഖപ്പെടുത്തും. ശാസ്താംകോട്ട ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘത്തിനാണ് ചുമതല. മിഥുൻ്റെ മരണത്തിന് കാരണമായ വൈദ്യുതി ലൈൻ കഴിഞ്ഞ രാത്രി KCB ഉദ്യോഗസ്ഥർ അഴിച്ചുമാറ്റി. വിദ്യാഭ്യാസ വകുപ്പ് നൽകിയ നോട്ടീസിൽ സ്കൂൾ മാനേജ്മെൻറ്റ് അടുത്ത ദിവസം മറുപടി നൽകും. ഇതിൻ്റെ അടിസ്ഥാനത്തിലാകും തുടർ നടപടികൾ. അപകടത്തിന് പിന്നാലെ അടച്ച സ്കൂൾ തിങ്കളാഴ്ച തുറക്കും. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൻ്റെ കാലിക്കറ്റ് ഷോറൂമിൽ ആർട്ടിസ്ട്രി ജ്വല്ലറി ഷോ ആരംഭിച്ചു. ജൂലൈ 19 മുതൽ ഓഗസ്റ്റ് 3 വരെ നടക്കുന്ന ഷോയുടെ ഭാഗമായി ആകർഷകമായ ഓഫറുകളാണ് നൽകുന്നത്. ഗോൾഡ്, അൺകട്ട്, ജംസ്റ്റോൺ എന്നീ ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ ഫ്ലാറ്റ് 30% കിഴിവും ഡയമണ്ട് വാല്യൂവിൽ 30% കിഴിവും നൽകുന്നുണ്ട്. നൂറ്റാണ്ടുകളായി പല രാജകുടുംബങ്ങൾ പൈതൃക സ്വത്തായി കൈമാറി വന്നതും പൗരാണിക കാലത്ത് ഉപയോഗത്തിൽ ഉണ്ടായിരുന്നതുമായ അമൂല്യമായ ആഭരണങ്ങളുടെ ശേഖരമാണ് പ്രദർശനത്തെ വേറിട്ടതാക്കുന്നതെന്ന് മലബാർ ഗ്രൂപ്പ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ നിഷാദ് AK പറഞ്ഞു. സൗദി അറേബ്യയിലെ ഉറങ്ങുന്ന രാജകുമാരൻ എന്നറിയപ്പെടുന്ന പ്രിൻസ് അൽ വലീദ് ബിൻ ഖാലിദ് ബിൻ തലാൽ അന്തരിച്ചു. 36 വയസ്സായിരുന്നു. 20 വർഷമായി കോമയിലായിരുന്നു. സൗദി പ്രസ് ഏജൻസിയാണ് മരണവിവരം അറിയിച്ചത്. 2005-ൽ UK-യിലെ ലണ്ടനിൽ സൈനിക കോളേജിൽ പഠിക്കുന്ന സമയത്ത് നടന്ന വാഹനാപകടത്തിൽ തലച്ചോറിന് ഗുരുതരമായ ക്ഷതമേറ്റതിനെ തുടർന്നാണ് കോമയിലായത്. ഈ അപകടത്തിന് ശേഷം രാജകുമാരൻ കണ്ണ് തുറന്നിട്ടില്ല. തുടർന്നാണ് ഉറങ്ങുന്ന രാജകുമാരൻ എന്ന് അറിയപ്പെട്ടത്. ലോകത്തെ വലിയ കോടീശ്വരന്മാരിൽ ഒരാളായ ഖാലിദ് ബിൻ തലാൽ അൽ സൗദ് രാജകുമാരൻ്റെയും റീമ ബിൻ തലാൽ രാജകുമാരിയുടെയും മകനാണ് അൽ വലീദ് ബിൻ ഖാലിദ് ബിൻ തലാൽ. പാർലമെൻറ്റ് വർഷകാല സമ്മേളനത്തിന് നാളെ തുടക്കം. പഹൽഗാം ഭീകരാക്രമണവും സിന്ദൂർ ഓപ്പറേഷനും അഹമ്മദാബാദ് വിമാന ദുരന്തവും ബീഹാറിലെ വോട്ടർ പട്ടികയിൽ തീവ്ര പരിശോധന ഏർപ്പാടാക്കിയ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ പരിഷ്കരണവും അടക്കം പാർലമെൻറ്റിൽ ചർച്ചയാക്കാൻ ഒരുങ്ങുകയാണ് പ്രതിപക്ഷം. അതിന് മുന്നോടിയായി ഇന്ന് സർവകക്ഷി യോഗം ചേരും. ഇരു സഭകളിലെയും രാഷ്ട്രീയ കക്ഷി നേതാക്കളുമായി പാർലമെൻറ്റ് ഹൗസിൽ കൂടിക്കാഴ്ച നടത്തുമെന്ന് പാർലമെൻ്ററി കാര്യമന്ത്രി കിരൺ റിജിജു അറിയിച്ചിട്ടുണ്ട്. 21-ന് ആരംഭിക്കുന്ന വർഷകാല സമ്മേളനം ഓഗസ്റ്റ് 21 വരെ നീളും. 21 സിറ്റിങ്ങുകളാകും ഈ സമ്മേളനത്തിൽ ഉണ്ടാകുക. വനം വകുപ്പിൽ ഇഷ്ടക്കാരെ നിയമിക്കുന്നതിനെതിരെ CPI സർവീസ് സംഘടന രംഗത്ത്. ഇഷ്ടക്കാർക്ക് വേണ്ടി മാനദണ്ഡങ്ങൾ മറികടന്ന് നിയമനവും പ്രമോഷനും നൽകുകയാണെന്ന് കാണിച്ച് ജോയിന്റ് കൗൺസിൽ മുഖ്യമന്ത്രിക്കും വനം മന്ത്രിക്കും പരാതി നൽകി. വനം വകുപ്പിലെ അനധികൃത നിയമനങ്ങൾക്കെതിരെ CPM-ന് പിന്നാലെ CPI-യും രംഗത്ത്. കോടതി ഉത്തരവുകളും സർക്കാർ തീരുമാനങ്ങളും മറികടന്ന് വനം വകുപ്പിൽ ആശ്രിത നിയമനങ്ങളും സ്ഥാനക്കയറ്റങ്ങളും നൽകുന്നെന്നാണ് CPI സർവീസ് സംഘടനയായ ജോയിന്റ് കൗൺസിലിൻ്റെ പരാതി. വനം വകുപ്പിൻ്റെ പ്രവർത്തനം LDF സർക്കാരിന് അവമതിപ്പുണ്ടാക്കുന്നെന്ന് കാണിച്ച് ജോയിന്റ് കൗൺസിൽ മുഖ്യമന്ത്രിക്കും വനം മന്ത്രിക്കും പരാതി നൽകി. ആശ്രിത നിയമനം 5% കൂടരുതെന്ന കോടതി വിധിയും യോഗ്യതാ പരീക്ഷകൾ ജയിക്കാത്തവർക്ക് സ്ഥാനക്കയറ്റം നൽകരുതെന്നുള്ള അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിൻ്റെ നിർദ്ദേശവും നിരന്തരം ലംഘിക്കപ്പെടുന്നതായും പരാതിയിൽ പറയുന്നു. തുടരുന്ന നിയമലംഘനങ്ങൾ കോടതി ചൂണ്ടിക്കാട്ടിയിട്ടും അതൊന്നും വനം വകുപ്പ് വകവയ്ക്കുന്നില്ലെന്ന് പരാതിയുണ്ട്.
സ്പെഷ്യൽ റൂൾസ് പ്രകാരമുള്ള പരീക്ഷകൾ പാസ്സാകാതെ ആനുകൂല്യങ്ങൾ നേടുന്നത് ചട്ടലംഘനമാണ്. വനം വകുപ്പിൻ്റെ ഓഫീസിനെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള ശ്രമത്തിൽ ജാഗ്രത വേണമെന്നും ജനറൽ സെക്രട്ടറി KP ഗോപകുമാർ നൽകിയ പരാതിയിൽ പറയുന്നുണ്ട്. മുമ്പ് സമാന ആരോപണവുമായി CPM-ഉം രംഗത്ത് വന്നിരുന്നു. S. വിനേഷ് കുമാർ, അമൃത ന്യൂസ്, കോഴിക്കോട്. CPM കോഴിക്കോട് ജില്ലാ കമ്മിറ്റിയിലേക്കുള്ള PK ദിവാറിൻ്റെ തിരിച്ചുവരവ് തിരിച്ചടിയായത് P. മോഹനൻ വിഭാഗത്തിന്. P. മോഹനൻ ജില്ലാ സെക്രട്ടറി ആയിരിക്കെയാണ് വിഭാഗീയതയുടെ പേരിൽ PK ദിവാറിനെ ജില്ലാ കമ്മിറ്റിയിൽ നിന്നും ഒഴിവാക്കിയത്. 2016 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കുറ്റ്യാടി മണ്ഡലത്തിൽ KK ലതിക പരാജയപ്പെട്ടതിൻ്റെ കുറ്റം ചുമത്തിയാണ് PK ദിവാകരനെ ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് ഒഴിവാക്കിയത്. KK ലതികയുടെ ഭർത്താവ് കൂടിയായ P. മോഹനായിരുന്നു അന്ന് CPM കോഴിക്കോട് ജില്ലാ സെക്രട്ടറി. VS പക്ഷക്കാരനായിരുന്ന PK ദിവാകരൻ വടകര മേഖലയിലെ സർവ്വസമ്മതനായ പൊതുപ്രവർത്തകനാണ്. പാർട്ടി പിന്തുണ P. മോഹനായിരുന്നെങ്കിലും അണികൾ PK ദിവാകരനൊപ്പമായിരുന്നു. അണികളുടെ പരസ്യ പ്രതിഷേധത്തിന് വഴങ്ങിയാണ് PK ദിവാകരനെ CPM ജില്ലാ കമ്മിറ്റിയിലേക്ക് തിരഞ്ഞെടുത്തിട്ടുള്ളത്. നാദാപുരംകാരനായ P. മോഹനൻ ജനസമ്മതനല്ലെങ്കിലും പാർട്ടിക്ക് വേണ്ടപ്പെട്ടയാളാണ്. എന്നാൽ ഗ്രൂപ്പ് സമവാക്യങ്ങൾ മാറിമറിഞ്ഞതോടെ മന്ത്രി PA മുഹമ്മദ് റിയാസ് P. മോഹനൻ വിരുദ്ധ പക്ഷത്തായി. ജില്ലാ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് മാറിയതോടെ P. മോഹനൻ പക്ഷം ദുർബലമായി. വടകരയിൽ വിഭാഗീയതയില്ലെന്നാണ് പാർട്ടി നിയോഗിച്ച അന്വേഷണ കമ്മീഷന്റെ കണ്ടെത്തൽ. P. മോഹനൻ ഉയർത്തിക്കൊണ്ടിരുന്ന വാദങ്ങളാണ് അന്വേഷണ കമ്മീഷന്റെ കണ്ടെത്തലോടെ പൊളിഞ്ഞത്. അമൃത ന്യൂസ്, കോഴിക്കോട്. കുടിവെള്ളമില്ലാതെ ആലപ്പുഴയിലെ ജനങ്ങൾ വലയുമ്പോൾ നോക്കുകുത്തിയായി മാറുകയാണ് നീർക്കുന്നം മാധവൻമുക്കിലെ ജലസംഭരണി. കോടികൾ ചിലവിട്ട് നിർമ്മിച്ച് 2 വർഷം മുമ്പ് ജലവിഭവ വകുപ്പ് മന്ത്രി നേരിട്ടെത്തി കമ്മീഷൻ ചെയ്ത സംഭരണിയിൽ നിന്ന് ഇതുവരെ ഒരു തുള്ളി വെള്ളം പോലും ജനങ്ങൾക്ക് കിട്ടിയിട്ടില്ല. ജനങ്ങളുടെ പ്രതിഷേധം ശക്തമാകുമ്പോഴും മൗനം നടിക്കുകയാണ് ജല അതോറിറ്റി. ആലപ്പുഴ നഗരസഭയിലെയും സമീപ പഞ്ചായത്തുകളിലെയും തീരപ്രദേശത്തെ ജനങ്ങൾക്ക് കുടിവെള്ളം ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് 2 വർഷം മുൻപ് ജലസംഭരണിയുടെ ഉദ്ഘാടനം നടന്നത്. അമ്പലപ്പുഴ വടക്ക് പഞ്ചായത്താണ് ഇതിനായി സ്ഥലം വാങ്ങി നൽകിയത്. ജലജീവൻ മിഷൻ സ്കീമിൽ ഉൾപ്പെടുത്തിയായിരുന്നു നിർമ്മാണം. എന്നാൽ 2 വർഷം പിന്നിട്ടിട്ടും കോടികൾ മുതൽ മുടക്കി നിർമ്മിച്ച ജലസംഭരണിയിൽ നിന്ന് പ്രദേശത്തെ ജനങ്ങൾക്ക് ഒരു തുള്ളി വെള്ളം പോലും ലഭിച്ചിട്ടില്ല. വാട്ടർ സ്റ്റോറേജിൻ്റെ നിർമ്മാണം പൂർത്തിയാക്കി 2 വർഷം പിന്നിടുമ്പോഴും അതിനിടയിൽ ഒരുപാട് ആരോപണങ്ങളാണ് ഈ വാട്ടർ സ്റ്റോറേജിനെ ചുറ്റിപ്പറ്റി നടക്കുന്നത്. ഈ വാട്ടർ സ്റ്റോറേജ് ഈ വാട്ടർ ടാങ്ക് പുറത്തുനിന്ന് നോക്കുമ്പോൾ ചരിഞ്ഞിരിക്കുന്നതായിട്ട് കാണുന്നുവെന്നാണ് സമീപവാസികൾ പറയുന്നത്. ഒപ്പം ഇത്രയും നാളെ ഉദ്ഘാടനം കഴിഞ്ഞിട്ടും കേന്ദ്ര സർക്കാർ പദ്ധതികളോടുള്ള ഒരു അവഗണന നമുക്കിതിൽ നിന്ന് കാണാൻ കഴിയും. ജൽജീവൻ മിഷൻ പദ്ധതി പ്രകാരം വാട്ടർ സ്റ്റോറേജ് ആകട്ടെ, അതിനുമായി സംബന്ധിച്ച് റോഡുകൾ കുഴിച്ചുകൊണ്ടുള്ള പൈപ്പിടലാകട്ടെ, ഇതെല്ലാം പൂർത്തീകരിച്ച ശേഷവും ഇതൊന്നും ജനങ്ങളിലേക്ക് എത്താതെ, ഇതിൻ്റെ സേവനമോ അല്ലെങ്കിൽ ഇതിൻ്റെ ഉപയോഗമോ ജനങ്ങളിലേക്ക് എത്താതെ കേരള സർക്കാർ ഉദ്യോഗസ്ഥരും അതുമായി ബന്ധപ്പെട്ട ഭരണകക്ഷികളും ചേർന്നുകൊണ്ട് ഇതിനെ അട്ടിമറിക്കുന്ന ഒരു രീതിയാണ് നമ്മൾ കാണുന്നത്. ഉദ്ഘാടനം കഴിഞ്ഞ ആദ്യ ദിവസങ്ങളിൽ ജീവനക്കാർ ഉണ്ടായിരുന്നുവെങ്കിലും പിന്നീട് ആരും ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കിയിട്ടില്ല എന്ന് പ്രദേശവാസികൾ പറയുന്നു. കാട് കയറിയ നിലയിൽ തുടരുന്ന പ്രദേശത്ത് ഇഴജന്തുക്കളുടെ ശല്യവും രൂക്ഷമാണ്. നിർമ്മാണത്തിൽ അപാകതകൾ സംഭവിച്ചതുകൊണ്ടാണ് ജലസംഭരണിയിൽ വെള്ളം നിറയ്ക്കാത്തതെന്ന ആരോപണമുണ്ട്. എന്നാൽ ജനങ്ങൾക്ക് കൂടി വെള്ളം എത്തിക്കാത്തത് എന്തുകൊണ്ടാണെന്ന ചോദ്യത്തിന് മാത്രം ജല അതോറിറ്റി അധികൃതർക്ക് മറുപടിയില്ല. അമൃത ന്യൂസ്, ആലപ്പുഴ. കോഴിക്കോട് പേരാമ്പ്രയിൽ ബസ്സിടിച്ച് വിദ്യാർത്ഥി മരിച്ചതിൽ പ്രതിഷേധം ശക്തമാകുന്നു. ബസ്സുകളുടെ മത്സരയോട്ടം കാരണം വിദ്യാർത്ഥി മരിച്ചതിൽ പ്രതിഷേധിച്ച് DYFI, യൂത്ത് ലീഗ്, യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ സ്വകാര്യ ബസ്സുകൾ തടയും. കുറ്റ്യാടി കോഴിക്കോട് റൂട്ടിൽ ഓടുന്ന സ്വകാര്യ ബസ്സുകളാണ് തടയുക. കുറ്റ്യാടിയിലേക്ക് പോവുകയായിരുന്ന ഒമേഗ എന്ന ബസ്സാണ് വിദ്യാർത്ഥിയെ ഇടിച്ചത്. ബസ്സിൻ്റെ പിൻചക്രം തലയിലൂടെ കയറി ഇറങ്ങി മരുതുങ്കര സ്വദേശി അബ്ദുൾ ജവാദാണ് ഇന്നലെ മരിച്ചത്. അപകടത്തിൻ്റെ CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നു. കായിക വാർത്തകൾ നോക്കാം. ഇന്ത്യക്കെതിരായ 2ാം വനിതാ ഏകദിനത്തിൽ ഇംഗ്ലണ്ടിന് 8 വിക്കറ്റിൻ്റെ ജയം. മഴയെ തുടർന്ന് കളിയെ തുടങ്ങാൻ 4 മണിക്കൂറോളം വൈകിയതിനാൽ 29 ഓവർ മത്സരമാക്കി ചുരുക്കിയിരുന്നു. ഡക്വർത്ത് ലൂയിസ് നിയമപ്രകാരമാണ് ഇംഗ്ലണ്ടിൻ്റെ ജയം. ആദ്യം ബാറ്റ് ചെയ്ത ഇന്ത്യ 29 ഓവറിൽ 8 വിക്കറ്റിന് 143 റൺസ് എടുത്തിരുന്നു. 3 മത്സരങ്ങളുടെ പരമ്പരയിൽ ഇരു ടീമുകളും ഒപ്പത്തിനൊപ്പമാണ്.